അയ്യപ്പേട്ട, ഒരു മാസം മുമ്പ് KPCC അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. സണ്ണി ജോസഫ് വക്കീൽ അല്ലേ? അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത സന്ദർഭത്തിൽ ചേട്ടൻ പറഞ്ഞിരുന്നു, നമ്മൾ സംസാരിച്ച സമയത്ത് ചേട്ടൻ പറഞ്ഞിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന പ്രമുഖനായ നേതാവിനെ കുറിച്ച്. ഇന്നിപ്പോ അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു എന്ന വാർത്ത വന്നിരിക്കുന്നു. എന്താണ് ഈ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ മറന്നിരുന്നു? എന്താണ് ഇനി ഈ അവസരത്തിൽ കോൺഗ്രസ്സുകാരോട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്? അതായത് പ്രജിത, തെന്നല ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ ഈ ഫ്ലോറിൽ ഇവിടെ ഇരുന്ന് സംസാരിച്ചിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ, പുതിയ KPCC പ്രസിഡൻ്റായിട്ട് ശ്രീ സണ്ണി ജോസഫ് എന്ന സണ്ണി വക്കീൽ വരുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്നു. അന്ന് നമ്മൾ സംസാരിച്ചു പറഞ്ഞത് ഒന്ന് രണ്ട് പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന്, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ കണ്ടുപിടിച്ചത് A.O. ഹ്യൂമും വിൻസ്റ്റൺ ചർച്ചിലും ഒക്കെയുള്ള വെള്ളക്കാരാണ് കോൺഗ്രസ് പാർട്ടി ഇവിടെ കണ്ടുപിടിച്ചത്, ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ തമാശയ്ക്ക് പറയും, വിൻസ്റ്റൺ ചർച്ചിൽ കണ്ടുപിടിച്ച ഈ പാർട്ടിക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ പ്രസിഡന്റുമാരെ ഇങ്ങനെ മാറ്റി മാറ്റി ഇരുത്തിക്കൊണ്ട് പോകുന്ന ഒരു ഇഷ്ടമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിൽ KPCC എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുൾക്കിരീടമാണ്. ഇരിക്കുന്ന സീറ്റിന്റെ താഴെ ഒരു ആണി കാണും. ഒരു ആണിയല്ല, പല ആണി കാണും. ഇനി ഇരിക്കുമ്പോൾ ആണിയും മേലാണ് ഇരിക്കുന്നത്. കാര്യം, കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ മേൽ കളിക്കുന്ന ഒരു പാർട്ടിയാണ്. ഗ്രൂപ്പിന്മേൽ ഗ്രൂപ്പും ഉള്ള പാർട്ടിയാണ്. ഗ്രൂപ്പില്ലെങ്കിൽ കോൺഗ്രസ് നിർജീവമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പറയുമ്പോൾ 1980-90 കാലഘട്ടത്തിൽ കോൺഗ്രസിനകത്ത് കരുണാകരൻ ഗ്രൂപ്പും AK ആന്റണി ഗ്രൂപ്പും ഓതിരം കടകം കളിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. AK ആന്റണി ഒരു വേള ഈ ഓതിരം കടകം കളിച്ച് മതിയായി പാർട്ടി വിട്ട് S-ൽ വരെയൊക്കെ പോയിട്ടുണ്ട്. കോൺഗ്രസ് S-ലൊക്കെ പോയിട്ടുണ്ട്. ശരത് പവാർ ഉണ്ടാക്കിയ പാർട്ടിയിലൊക്കെ പോയിട്ട് അവസാനം ഇന്ദിരാഗാന്ധി തന്നെ AK ആന്റണിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 80-90കളിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അതിഭീകരമായ അടിക്കിടയിൽ ഈ പാർട്ടിയെ ഒരു കപ്പിത്താൻ നയിക്കുന്ന പോലെ നയിച്ചു കൊണ്ടുപോയ ആളാണ് ഈ തെന്നല ബാലകൃഷ്ണപിള്ള. അതായത് ഒരറ്റത്ത് കീറാമുട്ടിയായി കരുണാകരനാണെങ്കിൽ മറുവശത്ത് കീറാമുട്ടിയായി AK ആന്റണിയാണ്. ആശയപരമായിട്ടും ആദർശപരമായിട്ടും രണ്ട് കോണിൽ നിൽക്കുന്ന നേതാക്കളാണ്. മനോരമ എന്ന് പറയുന്ന പത്രം ഒരു വേള ഉമ്മൻചാണ്ടി എന്നൊരു നേതാവിനെ വളർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹവും പോയത് AK ആന്റണിയുടെ പുറകെ. അപ്പോൾ ചുരുക്കത്തിൽ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന നേതാവിനെ KPCC പ്രസിഡന്റ് ആക്കുന്നതോടുകൂടി അദ്ദേഹത്തിനൊരു ഭയങ്കര ദൗത്യമാണ് ഉണ്ടായിരുന്നത്. കാര്യം, ഈ 1990 മറ്റോ ആണ് AK ആന്റണി മുഖ്യമന്ത്രിയായി വരുന്ന അവസരത്തിൽ ഈ KPCC പ്രസിഡന്റായിട്ട്, ഞാൻ പറയുന്ന വർഷം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, അത് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നതിൽ പറ്റിപ്പോയതാണ്. AK ആന്റണി എന്ന നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുന്ന അവസരത്തിൽ കരുണാകരൻ വെച്ച ഒറ്റ ഉപാധി, എൻ്റെ മകൻ മുരളീധരനെ KPCC പ്രസിഡന്റ് ആകാം. തെന്നല ബാലകൃഷ്ണപിള്ള അന്ന് വരെ പ്രസിഡന്റ് ആയിരിക്കുന്ന അവസരത്തിലാണ് I ഗ്രൂപ്പ് A ഗ്രൂപ്പിന്റെ തമ്മിലടിക്ക് ഇടയിൽ നിന്നുകൊണ്ട് ആർക്ക് കരുണാകരനും ആന്റണിക്കും ഇടയിൽ നിന്നുകൊണ്ട് ഒരു സമവാക്യത്തിന് വേണ്ടി ശ്രമിച്ച ഒരാളാണ്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ പിണറായി വിജയനും നമ്മുടെ VS അച്യുതാനന്ദനും തമ്മിലുള്ള വിഷയം ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടല്ലോ. അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് ഇതിനിടയിൽ നിന്ന് ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ തെന്നലയാണ് കൃത്യമായി ഈ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ 80കളിലും 90കളിലും എന്ന് പറയുമ്പോൾ 90-92 മറ്റോ വർഷം കറക്റ്റ് ഇപ്പോഴും ഓർത്ത് പറയാം. അതായത് എനിക്ക് തോന്നുന്നത് ഇതിൽ എനിക്ക് കിട്ടിയതനുസരിച്ചിട്ട് 2001 നിയമസഭാ അതാണോ ഉദ്ദേശിച്ചത്? അതെ. അപ്പോൾ 2000 നിയമസഭാ തിരഞ്ഞെടുപ്പില് അന്ന് വരെ KPCC പ്രസിഡന്റ് ആയിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയെ AICC പറയുന്നു, നിങ്ങളുടെ സ്ഥാനം രാജിവെക്കണം. അദ്ദേഹം അന്ന് വരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോയ ആളാണ്. അദ്ദേഹത്തിന് ഒരു കരുവേപ്പില പോലെ അവിടുന്ന് AICC എന്ന് വിളിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് എഴുതി കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഒരു വലിയ ആഘോഷം ശാസ്തമംഗലത്ത് KPCC ഓഫീസിൽ നടക്കുകയായിരുന്നു. അതായത് AK ആന്റണി മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെട്ട് കഴിഞ്ഞ അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് ശാസ്തമംഗലം വരെ വരുന്ന ആ സമയം വരെ മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് വരുന്നു മകൻ മുരളീധരനെ കരുണാകരൻ്റെ സ്ഥാനത്തിൽ KPCC പ്രസിഡന്റ് ആകുമ്പോൾ അന്ന് വരെ ആ ഓഫീസിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ബഹുമാനപ്പെട്ട തെന്നല ബാലകൃഷ്ണപിള്ള
അവിടെ നിന്ന് പടിയിറങ്ങി പോകുന്ന ആ കാഴ്ച വളരെ ദയനീയമായിരുന്നു. കണ്ടവർക്കും പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ വളരെ, അതായത് ജി കാർത്തികേയൻ തുടങ്ങിയുള്ളവരൊക്കെ തന്നെ ഇതിനെ പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല, ജി കാർത്തികേയൻ, MI ഷാനവാസ് തുടങ്ങിയുള്ള പ്രമുഖരായ കോൺഗ്രസിൻ്റെ അന്നത്തെ ചെറുപ്പക്കാരായ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, തെന്നല ഇറങ്ങിപ്പോകുന്നത് ഞങ്ങൾക്ക് സഹിക്കാനായില്ല എന്ന്. കാര്യം അന്ന് മക്കളുടെ ആ ഒരു ഇത് അപ്രമാദിത്വത്തിന് വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിനെ പ്രതിഷ്ഠിച്ചത്. കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരനെ ഇരുത്തുമ്പോൾ AK ആന്റണി മുഖ്യമന്ത്രിയായി സെക്രട്ടേറിയറ്റിൽ വരുന്നു. എന്നിട്ട് അവിടെ നിന്ന് തെന്നല ഇറങ്ങിപ്പോവുകയാണ്. അദ്ദേഹം 2 തവണ അടൂരിൽ നിന്ന് MLA ആയിട്ടുണ്ട്, രാജ്യസഭ അംഗമായിട്ടുണ്ട്, 2-3 തവണ ആയിട്ടുണ്ട്. എന്നിട്ട് ആ സമയത്ത് അടുത്ത ദിവസം പത്രലേഖകർ അദ്ദേഹത്തോട് തിരിച്ചു മറിച്ചുമൊക്കെ ചോദിച്ചിട്ടും അദ്ദേഹം പറഞ്ഞത് എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് മാത്രമാണ്. അദ്ദേഹം തിരിച്ചു അല്ലേ, ഇതെല്ലാം ആന്റണിയും കരുണാകരനും അറിഞ്ഞിട്ടായിരുന്നില്ലേ എന്ന് തെന്നലയോട് ചോദിച്ചാൽ എല്ലാം എല്ലാവർക്കും അറിയാമെന്നും അതെല്ലാം സാഹചര്യങ്ങൾക്ക് അനുസരണമല്ലേ എന്ന് തെന്നല തിരിച്ചു ചോദിച്ചു എന്നാണ് പറയുന്നത്. അതായത് സ്വന്തം കിടക്കാടം വരെ വിറ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ള ഒരാളാണ്. ഈ പാർട്ടിയുടെ ഫണ്ടിന് വേണ്ടിയൊക്കെ. അതെ, അത് ചേട്ടൻ പറയുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ച, അദ്ദേഹത്തെ പറ്റി എഴുതിയപ്പോൾ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, കൊല്ലം ജില്ലയിലെ ശൂരനാട്ട് ഒരു അതിസമ്പന്ന കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അതെ, അദ്ദേഹം ഈ പറയുന്ന പ്രാദേശിക ഘടകത്തിലേക്ക്, കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ, അതും നാട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടാണ് അതെടുത്ത് വെക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ പേരിൽ 17 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് 2 വട്ടം MLA, 3 ടേം രാജ്യസഭ, 2 ടേം KPCC പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചു. പക്ഷേ സാധാരണ ഒരു മറ്റേതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആസ്തി വർദ്ധിക്കണമായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു. പറഞ്ഞോളൂ ബാക്കി. അല്ല, അതാണ് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം അതായിരുന്നു. അതെ, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വേറൊന്ന് വെച്ചാൽ ഈ പറഞ്ഞ 2 ടൈം KPCC പ്രസിഡന്റ് ആകുമ്പോഴും സമവായങ്ങളുടെ വഴിയിലാണ് അദ്ദേഹത്തിനെ ആക്കുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന ഈ പറയുന്ന തെന്നല ബാലകൃഷ്ണ പിള്ളയെ സമവാക്യങ്ങൾ, അതായത് ഇതിനകത്ത് ദ്വന്ദ്വ യുദ്ധം നടക്കുമ്പോൾ AK ആന്റണിക്ക് ഉപദേശിക്കാനും, അല്ലെങ്കിൽ ഇവർ 2 പേരും കീറാമുട്ടിയായി നിൽക്കുമ്പോൾ ഒന്ന് ലീഡറെ അങ്ങനെ നമുക്ക് ചെയ്തൂടെ, അല്ല പിന്നെ AK എന്നാണ് സ്നേഹമുള്ളവർ വിളിക്കുന്നത്, AK നമുക്ക് അങ്ങനെ ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർ 2 പേരും വില്ലിങ് ആവും. ഈ വാൽപ്ലക്കുകളാണ് ഈ പ്രശ്നത്തിൽ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് കുറെ വാൽപ്ലക്കുകൾ ഉണ്ടല്ലോ. ഇപ്പൊ ഉമ്മൻചാണ്ടി തുടങ്ങി കുറെ നേതാക്കൾ അന്ന് യുവാക്കളാണ്. മനോരമ വളർത്തിയ നേതാവാണ് ഉമ്മൻചാണ്ടി. അപ്പൊ ഈ വാൽപ്ലക്കുകളെ ഇദ്ദേഹം നിർത്തും. ചുരുക്കത്തിൽ ഇത്തരത്തിൽ പാർട്ടിയുടെ ഒരു സമവായങ്ങളുടെ ഒരു നേതാവായിരുന്നു തെന്നല. അദ്ദേഹം മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാമെന്ന് തോന്നുന്നു. പിന്നീട് 2004 കെ മുരളീധരൻ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നുണ്ട് അല്ലെ. അത് ഒഴിയുന്ന സമയത്തും തെന്നലെ തന്നെയാണ്, അദ്ദേഹത്തെ തന്നെയാണ് ചുമതല ഏൽപ്പിച്ചത്. എന്നിട്ട് 2005 രമേശ് ചെന്നിത്തല അധ്യക്ഷനായി. എത്തുന്നത് വരെ അദ്ദേഹം യാതൊരു പരിഭവങ്ങളും ഇല്ലാതെ ആ സ്ഥാനം വഹിച്ചു. അത് ഒന്ന് ആലോചിച്ച് നോക്കണം. ആ നേതാവിന്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത് അല്ലേ, ശരിക്കും യഥാർത്ഥ നേതാവ് എന്നൊക്കെ പറഞ്ഞു ചൂടിക്കുക. അല്ലെങ്കിൽ ഒഴിയണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ പറയാതെ പറയുന്നു. അദ്ദേഹം ആ സമയത്ത് തന്നെ രാജിക്കത്ത് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും വിളിക്കുന്നു. ആ ഒരു ചെന്നിത്തല എത്തുന്നത് വരെ മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ ആ പദവി ഏറ്റെടുത്ത് നോക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ആ കസേരയ്ക്ക് വേണ്ടി അടിയാണ്. പൊളൈറ്റ്നെസ് ആണ് അദ്ദേഹത്തിന്റെ അല്ലേ? ആ പൊളൈറ്റ്നെസ് അല്ലേ കാണുന്നത്. എന്താ ഒരു നീതിമാൻ, എന്താ ഒരു മാന്യനായിരിക്കുന്നത് അല്ലേ? ആ ഒരു വിധേയത്വവും ആ മാന്യത. അതെ, ഇന്ന് അടി കൂടുന്ന സാഹചര്യമാണ്. പദവിക്ക് വേണ്ടി, കസേരയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. അതെ, മൊത്തം ഈഗോയാണ്. ഈ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കണ്ട അടി, അതായത് സണ്ണി വക്കീൽ അതിലേക്ക് വരുന്നത് വരെ കണ്ട ഒരു അടി ഉണ്ടായിരുന്നു, മാറ്റാനും ഒക്കത്തിനും വേണ്ടിയിട്ട്. ഇത് യാതൊരു തരത്തിലുമുള്ള ഒരു ബാലിശമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഒന്നുമില്ലാതെ അദ്ദേഹം ഒഴിയുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന പുതിയ തലമുറയ്ക്ക് ഈ പറയുന്ന കാർത്തികേയന്റെ മകൻ, പിന്നെ ശബരിനാഥൻ അല്ലെങ്കിൽ വിഷ്ണുനാഥ്, PC വിഷ്ണുനാഥന് ഒരു വേള തെന്നല ബാലകൃഷ്ണപിള്ളയെ അറിയാമായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഇദ്ദേഹത്തിന്റെ ബന്ധുവാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വളഞ്ഞ ബന്ധുവും കൂടെ ഇദ്ദേഹം വഴിയുണ്ട്. അപ്പോൾ ഈ പറയുന്ന പുതിയ തലമുറയ്ക്കൊക്കെ തന്നെ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും രാഷ്ട്രീയ വിദ്യാർത്ഥികളാണെങ്കിലും തെന്നല ബാലകൃഷ്ണപിള്ള ഒരു പാഠപുസ്തകം തന്നെയായിരുന്നു. തെന്നല ബാലകൃഷ്ണപിള്ള കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും എന്തിന് BJPയിലും രാജഗോപാലിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട നേതാവായിരുന്നു. അപ്പോൾ ചുരുക്കി നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള വളരെയധികം മെരിറ്റുകളുള്ള, മാന്യതയുള്ള നേതാക്കൾ ഇനി വിരലിലുണ്ടാവുന്നവരെ നമുക്കിനി അവശേഷിക്കുന്നുള്ളൂ.
അതിൽ ഒരാളാണ് തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹം ഓർമ്മയാകുമ്പോൾ നിരവധി ഓർമ്മകൾ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയാൻ ഈ പറയുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികളായ നമുക്കൊക്കെ പറയാനുണ്ടാകും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിന് അവസാനം ഉണ്ടാകില്ല. അത്രയ്ക്ക് നല്ല മനുഷ്യന്, വിരൽത്തുമ്പിൽ വരെ മാന്യത കാത്തു സൂക്ഷിച്ച എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മാന്യൻ തന്നെയായിരുന്നു തെന്നല.